ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. NKL EDITSന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ ലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 2 ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലിപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ കൊടുത്തതിന് ശേഷം ഈ ഒരു ലെയറിൻ്റെ എല്ലാ ലെയറിനെയും താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു ലെയറിന് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഈ ഒരു നിങ്ങളെടുത്ത ക്ലിപ്പിൽ നിന്ന് ഏതൊരു കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പം ഈ ഒരു കളർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു കളർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു സർക്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഫിറ്റ് സ്ക്രീൻ, ഈ ഒരു ഫിറ്റ് സ്ക്രീനിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മളിത് എൻഡ് വരെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, സ്കെയിൽ ടൂൾ പോവുക, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, സെൻറ്ററിലൊരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം, ഇതുപോലെ 3 കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇവിടെ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ കുറക്കുക, ഒരിക്കലും സ്ക്രീനിൻ്റെ പുറത്തേക്ക് പോകരുത്. ഈ ഒരു രീതിയിൽ കുറക്കുക മാത്രം ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഫസ്റ്റ് നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഞാനിവിടെ ഗ്രാഫ് ആഡ് ചെയ്യണം. ഈ ഒരു ഗ്രാഫാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്, ഈ ഒരു ഗ്രാഫ്. ഓക്കെ, ശേഷം ഈ ഒരു ഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ 3 ലെയറും കൂടിയിട്ട് ഇത്രയും ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു സർക്കിൾ ലെയർ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരാം. മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, റൊട്ടേറ്റിൽ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം, എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ -90 സെറ്റ് ചെയ്യുക. ശേഷം കീ ഫ്രെയിം എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മളിതാ ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളിതാ ഇതിലേക്ക് 2 എഫക്റ്റ് ആഡ് ചെയ്യണം. അതിന് ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ ഒരു ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മിറർ ഓൺ ചെയ്യുക. വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോയിട്ട് ബ്ലർ പോയിട്ട് മോഷൻ ബ്ലർ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ലെയറിലേക്ക് വരാം. രണ്ടാമത്തെ ലെയറിലേക്ക് വന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ റൊട്ടേഷനിൽ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 90 സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു കർവും സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫസ്റ്റ് ലെയറിൽ ആഡ് ചെയ്ത 2 എഫക്റ്റും കോപ്പി ചെയ്തിട്ട് ഇതിൽ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പ്ലേ ചെയ്ത് നോക്കിയതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മാറ്റം വരുത്തുന്നുണ്ട്. ഓക്കെ, നേരത്തെ ആ ഒരു സർക്കിളിൽ ആഡ് ചെയ്ത ഗ്രാഫിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഗ്രാഫും സെക്കൻഡ് ഈ ഒരു ഗ്രാഫും ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 3 ലെയർ സെലക്ട് ചെയ്യാം. 3 ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഫസ്റ്റ് കാണുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഇനി ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അതിൽ 2 ഏത് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ചെയ്യുന്നില്ല, ഞാൻ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ കളർ മാറ്റണമെന്നതോ മാറ്റാം. ഇപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് സ്യൂട്ട് ആവുന്നില്ല തോന്നിയാൽ നിങ്ങൾക്ക് വേറെ ഒരു കളർ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പം കുറച്ച് ലൈറ്റ് ആക്കുന്നുണ്ട് കളർ. ഈ ഒരു കളർ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്കിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. 3Dയിൽ പോയിട്ട് ഫ്ലിപ്പ് ലെയർ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതിൽ 3 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ആംഗിളിൽ 3 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഇതുപോലെ നമ്മൾ 3 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ 3 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ആക്സിസിൽ വരാം. ആക്സിസിൽ വന്നിട്ട് നമ്മൾ ഒരു 45 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആക്സിസിൽ നമ്മൾ 45 സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യാം, ആക്സിസ്. ഓക്കെ, ശേഷം നമ്മൾ ആംഗിൾ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊരു 25.8 ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യാം. ശേഷം നമ്മളിതാ ഈ സെൻറ്ററിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ആക്സിസിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഒരു 68 സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾ ആംഗിളിൽ സെൻറ്ററിലുള്ള കീ ഫ്രെയിമിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ ഒരു 40.4 സെറ്റ് ചെയ്യുക. 14.4. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമുക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 90 ഒക്കെ ആക്കി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിവിടെ 2 കീ ഫ്രെയിം ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ഒരു ഗ്രാഫ് വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്ന് അതൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.